AICC പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു. കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നാം കുറ്റിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. കോൺഗ്രസ് ദേശീയ പ്രസിഡന്റും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ആചരിച്ചു. കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഒന്നാംകുറ്റിയിൽ നടന്ന പരിപാടിയിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ ഉൾപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജനതയെ പട്ടിണിയിൽ നിന്നും മോചിപ്പിച്ച പ്രധാനമന്ത്രി എന്നുള്ള ഉജ്ജ്വലമായ പദവി കൂടി ഇന്ദിരാഗാന്ധിക്കുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ ഉജ്ജ്വലയായ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ധവള വിപ്ലവം സൃഷ്ടിച്ച് രാജ്യത്ത് ക്ഷീര വിപ്ലവം നടപ്പാക്കിയ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ഉജ്ജ്വലമായ ശക്തിയാണ് ഇന്ദിരാഗാന്ധി എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇൻഡോ പാകിസ്ഥാൻ വാർ, ഇൻഡോ പാക് യുദ്ധം, ആ യുദ്ധത്തിലൂടെയാണ് ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയായി ഇന്ത്യയെ ഇന്ദിരാഗാന്ധി വളർത്തിയത്. ഇന്ന് ഇന്ദിരാഗാന്ധിയെ തമസ്കരിക്കുവാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം നരേന്ദ്രമോദിയുടെ ഭരണകൂടം, ആ ഭരണകൂടത്തിന് ഇന്ദിരാഗാന്ധിയുടെ സംഭാവനകളെ, സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ഒരിക്കലും നമസ്കരിക്കാൻ കഴിയില്ല. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ സാഹചര്യം. നമുക്കറിയാം, ലോകത്തിന്റെ നേതാവായി മാറിയ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നാൾ മുതൽ അവർ രക്തസാക്ഷിത്വം വരിക്കുന്ന 1984 ഒക്ടോബർ മാസം 31 വരെ കർമ്മനിരതമായ പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധ ആകർഷിച്ച് ലോകത്തിന്റെ നേതാവായി മാറി ചേരി ചേരാ നയങ്ങൾക്ക് ഇന്ത്യയിൽ രൂപം കൊടുത്ത് അത് രാജ്യവ്യാപകമല്ല ലോകവ്യാപകമായി ആ ചേരി ചേരാ നയത്തിന് അംഗീകാരം വാങ്ങി ലോകത്തിന്റെ നേതാവായി മാറിയ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധേയമായ ഒരു തീരുമാനം നമ്മുടെ ഭരണഘടന വളരെ കാലോചിതമായി ആലോചിച്ച് വർഷങ്ങൾ നീണ്ടുനിന്ന പരീക്ഷണത്തിനും അതുപോലെ ചർച്ചയ്ക്കും ശേഷം രൂപം കൊടുത്തതാണെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ സോഷ്യലിസവും പ്രത്യേകമായി എഴുതി ചേർത്തത് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. M. വിജയമോഹൻ, A. ഹസൻ കോയ, EM അഷ്റഫ്, അൻസാരി കോയിക്കിലേത്ത്, അനിത മുട്ടാണിക്കൽ, E. യൂസഫ് കുഞ്ഞ്, K. ത്രിദീപകുമാർ, അബ്ദുൽ ഹമീദ്, ഷാജി കണ്ണങ്കര, ഹാഷിം സേട്ട്, കബീർ, ബഷീർ, ബാബു പട്ടീരേത്ത്, സാം ജഹാൻ, Y. അബ്ദുൾ റഷീദ്, യാസർ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.